കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കോഴക്കേസിൽ മാർഗം കളി വിധികർത്താവ് ഷാജിയെ മർദ്ദിക്കുന്നതിന് തങ്ങൾ ദൃക്സാക്ഷികളാണെന്ന് നൃത്ത പരിശീലകൻ ജോമറ്റ്. SFI നേതാവ് അഞ്ജു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം തുടർന്നപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് ഷാജി പറഞ്ഞിരുന്നു. അയാളെ ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് തല്ലിയിട്ടുണ്ട്, ഹോക്കി സ്റ്റിക്ക് ഇത്യാദി മാരകായുധങ്ങൾ ആ റൂമിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ അഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ നന്ദൻ, അക്ഷയ്, വിമൽ വിജയ് ഇത്രയും പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു 60-70ഓളം ആൾക്കാർ അഞ്ജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ ചെയ്തത്. നന്ദനായിരുന്നു ഉപദ്രവിച്ചതിന് വേറൊരാൾ. ഞങ്ങൾ ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് ഒന്നും ഉണ്ടായില്ല, ഇവിടെ നിന്നെയൊക്കെ തല്ലിക്കൊന്നാലും ഒന്നും സംഭവിക്കില്ല എന്നാണ് അഞ്ജു പറഞ്ഞത്. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജീഷ്, ഈ ജോമറ്റ പറഞ്ഞത് തന്നെയാണെന്ന് ഷാജി കരഞ്ഞ് പറഞ്ഞതും ആത്മഹത്യക്ക് മുൻപ്, കാരണം ഒന്നും ചെയ്തിട്ടില്ല, തങ്ങൾ നേരായ മാർഗത്തിലൂടെയാണ് വിധി കർത്താക്കൾ എന്നുള്ള കർത്തവ്യം നിർവഹിച്ചത്, പക്ഷേ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇങ്ങോട്ട് വരികയായിരുന്നു, മർദ്ദിക്കുകയായിരുന്നു എന്നത് ആ വാക്കുകൾ ശരിവെക്കുകയാണ് ഇപ്പോൾ. അനു, തീർച്ചയായും ഇതിനെല്ലാം ദൃക്സാക്ഷിയായ നൃത്താധ്യാപകരാണ് ഇന്ന് കൃത്യമായി ഈ വിവരങ്ങൾ പറഞ്ഞത്. അന്ന് ക്രൂരമായ മർദ്ദനത്തിനാണ് ഷാജി ഇരയായത്. ക്രിക്കറ്റ് ബാറ്റും ഒപ്പം തന്നെ വലിയ തോതിൽ തന്നെയുള്ള മർദ്ദനം നേരിടേണ്ടി വന്നു. അതിൽ പലരും, അതായത് ഈ അഞ്ജു കൃഷ്ണ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ മർദ്ദനത്തിൽ SFIയുടെ പല ആളുകളും നേരിട്ട് തന്നെ പങ്കെടുത്തു. കോളേജ് KSU യൂണിയൻ ഭരിക്കുന്ന അല്ലെങ്കിൽ KSU നേതൃത്വത്തിലുള്ള കോളേജിന് ഒന്നാം സ്ഥാനം നൽകുന്നതിനുള്ള ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം നടന്നത്. തങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോഴ വാങ്ങുകയോ അല്ലെങ്കിൽ ഇതിൽ ഇടപെടലുകൾ നടത്തിയില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും കേട്ടില്ല എന്നും വലിയൊരു വിചാരണ തന്നെയാണ് നടത്തിയതെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ജോമറ്റ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇന്ന് ജോമറ്റ് രണ്ടാം പ്രതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. മൂന്നാം പ്രതി സൂരജിനും ഒപ്പം രണ്ടാം പ്രതി ജോമറ്റിനും ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇരുവരും മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ പറയുകയും ചെയ്യുന്നത്. മാർഗംകളിയിൽ വിധികർത്താവായി വന്ന ഷാജിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് നേരിട്ട് തന്നെ സാക്ഷി അവർ പറയുന്നതനുസരിച്ച്, ജോമറ്റ് പറയുന്നതനുസരിച്ച് തങ്ങൾ ഇത് കേസ് കൊടുക്കും, പരാതിയുമായി മുന്നോട്ട് പോകും, മാത്രമല്ല ഇത് എവിടെ വേണമെങ്കിലും ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. കൃത്യമായി തന്നെ ഇതിനെതിരെ അധ്യാപകനെ മർദ്ദിച്ചതിനെതിരെ, കാരണം മാത്രമല്ല ഈ മർദ്ദനമേറ്റ സമയത്ത് വലിയ അവഹേളനം നേരിട്ട സമയത്ത് താൻ പുറത്തിറങ്ങിയാൽ ഇനി ജീവിച്ചിരിക്കില്ല എന്ന കാര്യം പല സമയത്തും ഷാജി പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി, വയനാട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവും കൂടി ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ഭീഷണികൾ ഉണ്ടായിരുന്നത്. അവിടെ ആ വിദ്യാർത്ഥിയെ തങ്ങൾ കൊന്നിട്ടും അല്ലെങ്കിൽ ജീവനില്ലാതാക്കിയിട്ടും യാതൊന്നും നടന്നില്ല, അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കാര്യത്തിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് വളഞ്ഞിട്ട് ആക്രമിച്ചത്. നിരവധി ആളുകൾ ഓരോ ഘട്ടങ്ങളിലായി 60ഓളം വിദ്യാർത്ഥികൾ SFIയുടെ പ്രവർത്തകർ പല ഘട്ടങ്ങളിലായി വന്നിട്ടായിരുന്നു ഈ ഭീഷണി എല്ലാം തന്നെ നടത്തിയിരുന്നത് എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നു. കൃത്യമായ മർദ്ദനം നടന്നിട്ടുണ്ട് എന്നും മർദ്ദനത്തെ തുടർന്നാണ് ഈ അധ്യാപകനായ ഷാജി ആത്മഹത്യ ചെയ്തത് എന്നും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൊഴികൾ തന്നെയാണ് ഈ ജോമറ്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ കൂടുതൽ പരാതികളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ SFI നേതാക്കൾക്കെതിരെ കേസെടുക്കേണ്ടി വരും. അവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് നീങ്ങണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അധ്യാപകനെ നേരിട്ട് മർദ്ദിക്കുന്നതിന് കൂട്ടുനിന്നത് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി എടുത്ത് തുടർ നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുമുണ്ട്. അനു, ശരി ജിജീഷ്.